ദുബായിൽ സന്ദർശനം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സ്മാർട്ട് സിറ്റിയുടെ ബിസിനസ് മീറ്റിൽ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ദുബായിൽ തൊഴിലാളി ക്യാമ്പ് സന്ദർശിച്ചു. അൽഖൂസിലെ ലേബർ ക്യാമ്പാണ് പിണറായി വിജയൻ സന്ദർശിച്ചത്. പ്രവാസികളുടെ ക്ഷേമത്തിനു വേണ്ടി ആവുന്നതെല്ലാം ചെയ്യുമെന്ന് പിണറായി തൊഴിലാളികളോട് പറഞ്ഞു. അൽഖൂസിലെ ലേബർ ക്യാമ്പിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊഴിലാളികളോട് ക്ഷേമവിവരങ്ങൾ തിരക്കി. ലേബർ ക്യാമ്പിലെ കിടപ്പുമുറിയിലും ഡൈനിങ് ഹാളിലും വരെ പിണറായി വിജയൻ എത്തി തൊഴിലാളികളെ കണ്ടു. ഊഷ്മളമായ സ്വീകരണമാണ് മുഖ്യമന്ത്രിക്ക് ഇവിടെ ലഭിച്ചത്. ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ ഒരു ദിവസമാണിന്ന്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുവാനും അതിന് പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പിനോട് നന്ദി. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ സുപ്രധാന പങ്കുവച്ചവരാണ് പ്രവാസി മലയാളികൾ എന്ന ബോധ്യം സർക്കാരിനുണ്ടെന്ന് പിണറായി വിജയൻ തൊഴിലാളികളോട് പറഞ്ഞു. പ്രവാസികളെക്കുറിച്ച് നല്ല കരുതലുള്ള സർക്കാരാണ് ഇപ്പോഴുള്ളത്. ഇവിടുത്തെ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്കെല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലുണ്ടെന്നും ഗവൺമെൻറ് അതിനുള്ള ഗവൺമെൻറ് ആണെന്നും ആ ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇവിടെ പ്രവാസികളുടെ എല്ലാ കാര്യങ്ങളും പഠിച്ച് അതിനുവേണ്ടിയുള്ള നടപടിയെടുക്കും എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവുന്നതെല്ലാം ചെയ്യുമെന്നും പിണറായി വിജയൻ ഉറപ്പു നൽകി. നിങ്ങളെക്കുറിച്ചുള്ള കരുതൽ എപ്പോഴും സർക്കാരിനുണ്ടെന്നും നിങ്ങളോടൊപ്പം ചിന്തിക്കുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ടെന്നും നിങ്ങൾക്ക് ഉറപ്പായി വിശ്വസിക്കാം. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ ഡെപ്യൂട്ടി കോൺസുൽ ജനറൽ മുരളീധരൻ, ദുബായ് സ്മാർട്ട് സിറ്റി സിഇഒ ജാബിർ ബിൻ ഹാഫിസ് തുടങ്ങിയവരും മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. അൽഖൂസിലെ ഡെൽസ്കോ ലേബർ ക്യാമ്പിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശനം നടത്തിയത്. ഇവിടുത്തെ തൊഴിലാളികളുമായി അദ്ദേഹം സംവദിച്ചു. അൽഖൂസിൽ നിന്ന് ക്യാമറമാൻ ഡീൻ ജോസിനൊപ്പം ടി ജമാലുദ്ദീൻ.